നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിട്ടിയിൽ വ്യാപക മോഷണം. 2 കടകളിൽ നിന്ന് പണവും മൊബൈൽ ഫോണുകളും കവർന്നു. ഡിവൈഎഫ്ഐ നേതാവിന്റെ ബൈക്കും മോഷ്ടിച്ചു. കാട്ടുപന്നിക്കും കാട്ടാനക്കും പുറമെ കുരങ്ങ് ശല്യത്തിൽ പൊറുതുമുട്ടി മലയോര നിവാസികൾ. കണിച്ചാർ അണുങ്ങോട് മേഖലയിലാണ് കുരങ്ങ് ശല്യം രൂക്ഷമായിരിക്കുന്നത്. കോറമുക്കുപ്പായം കോണ്ടംപ്ര റോഡ് തകർന്നിട്ട് നാളുകളേറെയായി. താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും കഴിയാതെ പായം ഗ്രാമപഞ്ചായത്ത്. വിശദമായ വാർത്തകളിലേക്ക്. ഇരിട്ടിയിൽ വ്യാപക മോഷണം. 2 മൊബൈൽ ഫോൺ കടകളിൽ നിന്നും പണവും മൊബൈൽ ഫോണുകളും കവർന്നു. CPIM ഇരിട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിർത്തിയിട്ട ഡിവൈഎഫ്ഐ നേതാവിന്റെ ബൈക്കും മോഷ്ടിച്ചു. ഇരിട്ടി ടൗണിൽ 2 മൊബൈൽ ഷോപ്പിൽ കവർച്ച. ഇരിട്ടി മേലെ സ്റ്റാൻഡിലെ മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന എടക്കാനം സ്വദേശി പ്രഭാകരന്റെ റിഗ്മി മൊബൈൽ ഷോപ്പ്, തൊട്ടടുത്ത മുസ്ലിം പള്ളിക്ക് എതിർവശം ജിതിൻ ആന്റണിയുടെ ഉടമസ്ഥതയിലുള്ള അമിഗോസ് മൊബൈൽ ഷോപ്പ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. ഇതിന് സമീപം മേലെ സ്റ്റാൻഡിൽ CPIM ഇരിട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഡിവൈഎഫ്ഐ ഇരിട്ടി മേഖലാ സെക്രട്ടറിയും അധ്യാപകനുമായ പൈഞ്ചേരി വികാസ് നഗർ സ്വദേശി M നിഖിലേഷിന്റെ ഡിസ്കവർ ബൈക്കും മോഷണം പോയിട്ടുണ്ട്. പുലർച്ചെ 3 മണിയോടെയാണ് മോഷണം നടന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. രാവിലെ കടയുടമ തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്. റിഗ്മി മൊബൈൽ ഷോപ്പിന്റെ ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ കടയിലുണ്ടായിരുന്ന സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണുകളും മേശവലിപ്പിലുണ്ടായിരുന്ന 2000-ഓളം രൂപയും കവർന്നു. തൊട്ടടുത്ത അഗിമോസ് മൊബൈൽ ഷോപ്പിൽ കയറിയ മോഷ്ടാക്കൾ മേശവലിപ്പിലുണ്ടായിരുന്ന 4500 രൂപയും കവർന്നു. മോഷണത്തിന് ശേഷം ബൈക്ക് മോഷ്ടിച്ച് മോഷണ വസ്തുക്കളുമായി കടന്നിരിക്കാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കട ഉടമകളുടെ പരാതിയെ തുടർന്ന് ഇരിട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. മോഷ്ടാക്കളെ ഉടൻ കണ്ടെത്തണമെന്നും രാത്രികാലങ്ങളിൽ ഇരിട്ടി ടൗണിൽ പോലീസിന്റെ പട്രോളിംഗ് ശക്തമാക്കണമെന്നും വ്യാപാരി വ്യവസായി സമിതി ഇരിട്ടി ഏരിയ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. കടയടച്ച് വീട്ടിൽ പോകുമ്പോൾ ഒരു 9 മണിയാകുമ്പോൾ ഞാൻ 8:35 ആകുമ്പോൾ കടയടച്ച് വീട്ടിലേക്ക് പോയതാണ്. അപ്പോൾ ഇന്ന് രാവിലെ കടയിലെ തൊഴിലാളികൾ വന്ന് കട തുറക്കുന്ന സമയത്ത് കടയുടെ പൂട്ട് എന്തോ വെച്ച് അടിച്ച് പൊളിച്ച് 2 പൂട്ടും അടിച്ച് പൊളിച്ച് കടക്കകത്ത് നിന്ന്, നമ്മളെ ഷോപ്പിനകത്ത് നിന്ന് ഏകദേശം 2000 രൂപയും അതുപോലെ തന്നെ 2 സെക്കൻഡ് ഹാൻഡ് ഫോണും കുറച്ച് ഡമ്മി ഫോണും അത് എത്രയാണെന്നുള്ളത് ഒരു 4-5 ഫോൺ ഡമ്മി ഫോണുകളുണ്ട്. അത്രയും സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തൊട്ടടുത്ത് നമ്മളെ ഷോപ്പിൻ്റെ 2-3 ഷോപ്പ് ഇപ്പുറമുള്ള അംബിഗോസ് എന്ന് പറയുന്ന ഷോപ്പിൽ, ആ ഷോപ്പിനകത്തും കയറിയിട്ട് പൈസ മാത്രമാണ് അവിടെ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. പുതിയ ഫോണുകൾ 2 ഷോപ്പിൽ നിന്നും പുതിയ ഫോണുകൾ നഷ്ടപ്പെട്ടില്ല. എന്ത് തന്നെ കഴിഞ്ഞാൽ ഇത് ഇരിട്ടി ടൗണിൽ ഇന്നലെ ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് നടന്ന ഒരു തട്ടിപ്പാണ് എന്ന് വേണ്ടി, അല്ലെങ്കിൽ ഒരു കളവാണ് എന്ന് വേണ്ടി നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി കഴിയും. കാരണം അടിയന്തരമായി നമ്മൾ ഈ വിഷയത്തിൽ അധികാരികൾ ഇടപെട്ടിട്ട് നമ്മളെ പ്രയാസങ്ങൾ പരിഹരിച്ചു തരാൻ വേണ്ടി ഒരു ഇടപെടൽ നടത്തണം. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കാട്ടുപന്നിക്കും കാട്ടാനക്കും പുറമെ കുരങ്ങ് ശല്യത്തിൽ പൊറുതുമുട്ടി മലയോര നിവാസികൾ. കണിച്ചാർ അണുങ്ങോട് മേഖലയിലാണ് കുരങ്ങ് ശല്യം രൂക്ഷമായിരിക്കുന്നത്. പ്രദേശത്തെ നിരവധി കർഷകരുടെ തേങ്ങയും മറ്റ് കാർഷിക വിളകളുമാണ് കുരങ്ങുകൾ വ്യാപകമായി നശിപ്പിക്കുന്നത്. കാട്ടുപന്നിക്കും കാട്ടാനക്കും പുറമെ കുരങ്ങ് ശല്യത്തിൽ പൊറുതുമുട്ടി മലയോര നിവാസികൾ. കണിച്ചാർ പഞ്ചായത്തിലെ അണുങ്ങോട് മേഖലയിലാണ് കുരങ്ങ് ശല്യം രൂക്ഷമായി തീർന്നിരിക്കുന്നത്. പ്രദേശത്തെ നിരവധി കർഷകരുടെ തേങ്ങയും മറ്റു കാർഷിക വിളകളുമാണ് കുരങ്ങുകൾ വ്യാപകമായി നശിപ്പിക്കുന്നത്. ഇല്ലാതിരുമ്പോൾ കണ്ടില്ലേ ഇവിടുത്തെ കാഴ്ച, കുരങ്ങ് കയറി മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാമെന്ന് മാത്രം അറിയത്തില്ല. ഇപ്പോൾ നമ്മൾ കാർഷിക വിഭവങ്ങളെല്ലാം കുരങ്ങ് കയറി നശിപ്പിക്കുന്ന കാരണം മനുഷ്യരൊക്കെ ഇനി എങ്ങോട്ടും മുന്നോട്ട് പോകുന്ന അറിയത്തില്ല. അപ്പോൾ ഇനി തേങ്ങ വരെ വില കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോഴത്തെ തേങ്ങയ്ക്ക് എത്രയാണ് ഒന്നിന് വില എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതിൻ്റെ നഷ്ടപരിഹാരം തരാനാണ് ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കുരങ്ങിൻ്റെ ശല്യത്തിൽ നിന്ന് ഈ കർഷകരെ എല്ലാവരെയും ഒന്ന് രക്ഷിക്കണം. എന്നാലേ കർഷകർ ഇനി മുന്നോട്ട് പോകുള്ളൂ. അതിന് എല്ലാവരും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഭാഗത്തുനിന്നും ആണെങ്കിൽ സഹകരണം ഉണ്ടായിരിക്കണം. കുരങ്ങ് ശല്യം കാരണം കണിച്ചാർ പഞ്ചായത്തിലെ അണുങ്ങോട് പ്രദേശത്തെ കർഷകർ കൃഷി തന്നെ ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. ഭൂരിഭാഗം പേരും കൃഷിയാണ് ഇവിടങ്ങളിൽ ഉപജീവന മാർഗമായി കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ കുരങ്ങ് ശല്യം രൂക്ഷമായതോടെ ഇവർ കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി തീർന്നിരിക്കുകയാണ്. 50-100 കുരങ്ങ് ഒരുമിച്ചിങ്ങ് വരിക. എന്നിട്ട് ഇത് തെങ്ങയിലോട്ട് കയറി എല്ലാ കരിക്ക് പ്രായത്തിലുള്ള കംപ്ലീറ്റ് പറിച്ച്
പൊളിച്ച് തിന്നുക. ഓടിച്ചെന്നാൽ അടുത്ത പറമ്പിലേക്ക് പോയി അവിടെ പോയിരിക്കും. പിന്നെ ആൾ മാറിക്കഴിയുമ്പോൾ വീണ്ടും വന്ന് പിന്നെയും പറിക്കും. ഓടിച്ചു കഴിഞ്ഞാൽ പോവോ? ഓടിച്ചു കഴിഞ്ഞാൽ പോവും. ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ചങ്ങ് പോവും. കുറച്ച് പോയിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും മരത്തിൻ്റെ മുകളിൽ ഇരിക്കും. കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മാറി കഴിയുമ്പോഴത്തേക്കും വീണ്ടും വന്ന് പറിക്കുന്നു. വിഭവങ്ങൾ നശിപ്പിക്കുന്നതല്ലാണ്ട് മറ്റ് വീട്ടുപകരണങ്ങൾ അതുപോലെ നശിപ്പിക്കുന്നുണ്ടോ? വീട്ടിൽ നമ്മൾ ആരും ഇല്ലെങ്കിൽ അത്യാവശ്യം കയറി മോട്ടർ നമ്മൾ പഴം തൂക്കിയിടുന്നതെല്ലാം വന്ന് പെരക്കകത്ത് കയറി വീടിൻ്റെ ഇറയത്ത് വന്ന് കയറിയിട്ട് എല്ലാം പറിച്ച് തിന്ന് പോയിട്ടുണ്ട്. തെങ്ങിൽ നിന്നും കരിക്കുൾപ്പെടെ മുഴുവൻ നശിപ്പിക്കുകയാണ്. പ്രദേശത്തെ വാഴ, കപ്പ, പച്ചക്കറികൾ എന്നിവയെല്ലാം കൂട്ടത്തോടെ എത്തുന്ന വാനരപ്പട നശിപ്പിക്കുന്നത്. വീട്ടുപരിസരത്തെ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ നശിപ്പിക്കുന്നതിന് പുറമെ വീടുകളിലെ മേൽക്കൂരിലെ ഓടുകൾ ഇളക്കി മാറ്റുന്നതും ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. എല്ലാ വർഷവും നൂറുകണക്കിന് എണ്ണമാണ് പെരുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു രക്ഷയില്ല. ഓരോ വർഷം ചെല്ലും തോറും ഇതിൻ്റെ ആക്രമണങ്ങളും കൂടിക്കൊണ്ടിരിക്കുക എല്ലാ വിധത്തിലും. ഏകദേശം ഈ പ്രദേശത്ത് എത്ര ആളുകൾ ഇതുപോലെ നശിപ്പിച്ചിട്ടുണ്ട്? ഇവിടെ ഒരു 10-50 ആൾക്കാർ ഉണ്ട്. എല്ലാ ആൾക്കാരുടെ വീട്ടിലും ഈ ശല്യമുണ്ട്. കൂടുതൽ ശല്യമുള്ള കൂടുതൽ ഈ പാമ്പിൻ്റെ ചുറ്റിനും ഉള്ള ഏരിയ മുഴുവനും കുരങ്ങുണ്ട്. അങ്ങോട്ട് ഭാഗത്തുണ്ട്, ഓടത്തോടുണ്ട്, ഇങ്ങോട്ട് എല്ലാ ഭാഗത്തും ശല്യമുണ്ട്. ആനശല്യമുണ്ടോ ഈ ഭാഗത്ത്? ആനശല്യമുണ്ട്. കുരങ്ങശല്യത്തിന് അറുതി വരുത്തണമെന്ന ആവശ്യത്തിലാണ് പ്രദേശവാസികൾ. ആർല ഫാമിൽ നിന്നാണ് കുരങ്ങുകൾ ജനവാസ കേന്ദ്രത്തിൽ എത്തുന്നത്. വെടിപൊട്ടിച്ച് കുരങ്ങുകളെ തുരത്തുന്നുണ്ടെങ്കിലും അത് ഫലപ്രദമാകുന്നില്ലെന്നും കുരങ്ങുകൾ കൃഷി നശിപ്പിച്ചാൽ മതിയായ നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയുന്നില്ലെന്നാണ് അധികൃതർ പറയുന്നതെന്നാണ് കർഷകർ വേദനയോടെ പറയുന്നത്. ഞങ്ങൾ കുരങ്ങനെ ഓടിച്ചാലൊന്നും പോവുകയില്ല. ഞങ്ങൾ രാവിലെ വൈകുന്നേരമാണ് കൂടുതൽ ശല്യം. പിന്നെ ആളില്ലാത്ത വീട്ടിൽ കയറി ഓരോ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകും. കൊടിയുള്ള തെങ്ങയിലേക്ക് കയറിയ കൊടി അടക്കം അടിച്ചിട്ട് കയറി എല്ലാം അടിച്ച ഒരു വാഴ ഉണ്ടെങ്കിൽ അതെല്ലാം അടിച്ചു പറിച്ച ആ വാഴയല്ലാതെ കാളാമണ്ടം നിർത്തിയിട്ട് ബാക്കി കൊലയടക്കം ഇലയും തണ്ടും പൂവും എല്ലാം തിന്ന് ഒരുക്കിയിട്ടിട്ട് പിന്നെ താവട്ടിറങ്ങും. എല്ലാം അടിച്ചു പറിച്ച് കളിച്ചതാണ്. ഇവിടെയാണ് ഇവന് ജീവന് സുഖമില്ലാത്തത്. അതുകൊണ്ട് അവൻ്റെ കാര്യത്തിലും ഭയങ്കര ഒരു വിഷമമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. നമുക്ക് എപ്പോഴും വന്ന് ഓടിക്കാൻ പറ്റിയല്ലോ കുരങ്ങിനെ. ഞങ്ങൾ ഓടിച്ചായിട്ട് പോകുകയില്ല. പെണ്ണുങ്ങൾ ഓടിച്ചാൽ ഒട്ടും പോകുകയില്ല. ഇവിടെ എത്ര വീട്ടുകാർ നേരിടുന്നുണ്ട്? ഞങ്ങളിവിടെ 5-8-10 ഉണ്ട്. എല്ലാ വീട്ടിലും കണക്കാണ്. ഈ ഭാഗത്ത് മൊത്തം എല്ലായിടത്തും ഓടിച്ചാൽ ഒരു ഭാഗത്ത് ഒരുപാട് നാളായി ഇപ്പൊ തുടങ്ങിയിട്ട്. പക്ഷെ ജീവൻ എന്ന് പറഞ്ഞാൽ ഇവന് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ ഓടിച്ച് കുന്ന് കയറ്റി കഴിയുമ്പോൾ എപ്പോൾ നോക്കി നിൽക്കുന്നതുകൊണ്ട് ഈ പറമ്പിൽ ഇത്രയും ശല്യം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവനിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ ശല്യം. ഞങ്ങളൊന്നും ഓടിച്ചു കഴിഞ്ഞാൽ പോകുകയില്ല. അതുപോലെ ഇവിടുന്ന് അങ്ങ് മാറി ഇവിടുന്ന് ഓടിച്ചു കഴിഞ്ഞാൽ അടുത്ത പറമ്പിലേക്ക്. ഇത് തന്നെ സ്ഥിതി. നമ്മുടെ മിറ്റം വരെ വന്ന് നമ്മൾ ശല്യം ചെയ്യും. പിന്നെ എന്നാ ചെയ്യുന്നത്? നമ്മളിപ്പോഴും വീട്ടിലാണെങ്കിൽ ഒരു ഹൈവിഷൻ ന്യൂസ് കേളകം. ഹൈവിഷൻ ന്യൂസ് ഇമ്പാക്ട്. മഴവെള്ളപ്പാച്ചിലിൽ തകർന്ന ആനമതിലിന് പകരം താൽക്കാലികമായി ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസമാണ് ആനമതിൽ തകർന്ന വാർത്ത ഹൈവിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. മഴവെള്ളപ്പാച്ചിലിൽ ചീങ്കണ്ണിപ്പുഴയോരത്തിന് സമീപത്ത് സ്ഥാപിച്ച ആനമതിൽ തകർന്ന സംഭവത്തിൽ നടപടിയുമായി വനം വകുപ്പ്. കേളകം പഞ്ചായത്തിലെ കോച്ചിക്കുളത്തിന് സമീപത്തെ ആനമതിലാണ് കനത്ത മഴവെള്ളപ്പാച്ചിലിൽ തകർന്നത്. ആനമതിൽ തകർന്നതിനെ തുടർന്ന് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് കടന്നേക്കുമെന്ന സൂചന നൽകി ഹൈവിഷൻ ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി വനം വകുപ്പ് ഇടപെട്ട് ആനമതിൽ തകർന്ന ഭാഗങ്ങളിൽ താൽക്കാലിക ഫെൻസിംഗ് സ്ഥാപിച്ചത്. കോച്ചിക്കുളം ഭാഗത്ത് തകർന്ന ആനമതിലിന്റെ മുകളിലൂടെ കൊട്ടിയൂർ റേഞ്ച് ഓഫീസർ പി പ്രസാദിന്റെ നിർദ്ദേശാനുസരണം മണത്തണ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ടി പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് താൽക്കാലിക പരിഹാരം എന്ന നിലയ്ക്ക് ഹാങ്ങിങ് ഫെൻസിംഗ് ദ്രുതഗതിയിൽ നടപ്പിലാക്കിയത്. കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോമി പുളിക്കക്കണ്ടം, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ സജിത്, അനൂപ്, പ്രജീഷ്, ബാലകൃഷ്ണൻ, വാച്ചർമാരായ തോമസ്, സാബു, ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ് കേളകം. അടക്കാത്തോട് ബസ് സ്റ്റാൻഡിലെ ഹൈമാസ്റ്റ് ലൈറ്റ് കണ്ണടച്ചു. 5 ലക്ഷം രൂപയോളം മുടക്കി PK ശ്രീമതി ടീച്ചർ MPയുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ലൈറ്റാണ് കണ്ണടച്ചത്. അടക്കാത്തോട് ടൗണിലെത്തുന്നവർക്ക് വെളിച്ചമേകിയിരുന്ന ഹൈമാസ് ലൈറ്റ് കണ്ണടച്ചു. മുൻ MP PK ശ്രീമതി ടീച്ചറുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ഹൈമാസ് ലൈറ്റാണ് കണ്ണടച്ചത്. 5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഈ ഹൈമാസ് ലൈറ്റ് അടക്കാത്തോട് ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ചത്. കഴിഞ്ഞ 1 മാസത്തോളമായി ഹൈമാസ് ലൈറ്റ് കണ്ണടച്ചിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സന്ധ്യയായി കഴിഞ്ഞാൽ ടൗണിലെത്തുന്നവർക്ക് വെളിച്ചം നൽകിയിരുന്ന ഹൈമാസ് ലൈറ്റ് അടിയന്തരമായി പ്രകാശിപ്പിക്കേണ്ട നടപടി കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഹൈവിഷൻ ന്യൂസ് കേളകം. പായം കോറമുക്ക് കോണ്ടമ്പ്ര റോഡ് തകർന്നിട്ട് നാളുകൾ ഏറെയായി. താൽക്കാലികമായി അറ്റകുറ്റപ്രവൃത്തി നടത്താൻ പോലും കഴിയാതെ പായം ഗ്രാമപഞ്ചായത്ത്.
പായം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് കോറമുക്ക് പായം കോണ്ടമ്പറ വഴി ആറളത്തേക്കുള്ള റോഡ്. എന്നാൽ ഈ റോഡിനോട് പഞ്ചായത്ത് അധികൃതർ അവഗണനയാണ് കാട്ടുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നമ്മുടെ റോഡ് എന്ന് വെച്ചാൽ വളരെ ദയനീയമാണ്. റോഡ് പിന്നെ കുണ്ടും കുഴിയും നമുക്ക് ഇപ്പോൾ 2 ആഴ്ച കൊണ്ട് വണ്ടിക്ക് പിന്നടിക്കണം. 1200 1300 രൂപ പിന്നടിക്കുക. ഈ റോഡിൽ ഓടിയിട്ട് നമുക്ക് ഓടി ഒപ്പിക്കാൻ കഴിയുന്നില്ല. ഒരു രക്ഷയില്ല. എങ്ങനെ ജീവിക്കണ്ടേ? ആകെ 1000 200 300 രൂപ പണിയാണ് കിട്ടുക. അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല. ഈ റോഡിൽ ഡെയിലി വർഷാപ്പ് പോക്കാം. ഇതാ സ്ഥിതി. ദയനീയമായ റോഡാണ്. പിന്നെ നമ്മുടെ ആറളം പഞ്ചായത്തിൻ്റെ കോണ്ടമ്പറ ആറളം പഞ്ചായത്തിൻ്റെ ബോർഡർ മുതൽ ഇങ്ങോട്ടേക്ക് പിന്നെ കോറമുക്ക് വരെയുള്ള റോഡ് വളരെ ദയനീയമാണ്. തീരെ ഓടാൻ പറ്റുന്നില്ല. ട്രിപ്പ് വിളിച്ചാൽ ഒഴിവാക്കല്ല, വേറെ രക്ഷയില്ല. പോകാൻ കഴിയുന്നില്ല റോഡ് അങ്ങനെയായിട്ട്. അതാണുള്ള സ്ഥിതി. എങ്ങനെയും ജീവിച്ചു പോട്ടെ. കോറമുക്കിലും ചീങ്ങാക്കുണ്ടത്തും കാടമുണ്ടയിലും കോണ്ടമ്പറയിലും റോഡ് തകർന്നിട്ട് കാൽനട യാത്രക്ക് പോലും സാധിക്കാത്ത സ്ഥിതിയാണ്. റോഡ് കോറമുക്ക് വരെ പോയിട്ട് പോയതാണ്. ഓടാൻ വണ്ടീനെ ടയറിലും ദിവസം പോക്കാണ്. സ്ഥിരമായിട്ട് പോകുന്നതാണ്. 2 മിനിറ്റ് കൊണ്ട് എത്തും. നമുക്ക് നല്ല റോഡാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ വേണം. കാടമുണ്ടയിലാകട്ടെ ഓവുചാൽ ഇല്ലാത്തതിനാൽ റോഡിലൂടെയാണ് വെള്ളം തോട് പോലെ ഒഴുകുന്നത്. എങ്ങനെയുണ്ട് റോഡ്? അല്പം ശ്രദ്ധിച്ചാൽ ജീവൻ നിന്നുകൊണ്ട് പോകും. അല്ലാതെ ലേശം സ്പീഡ് കൂട്ടി വന്നാൽ അപ്പുറം ഇപ്പം മറിഞ്ഞ് വീണ് തോട്ടി കിടക്കും. ഒന്നും പരിക്കില്ലാതെ വിധത്തിൽ പോകാനാവുകയില്ല. ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. വെള്ളം ആണിയിലേക്ക് കൂടി വെള്ളം പോകാതെ വെള്ളം കെട്ടിക്കിടക്കാണ് റോഡിലോട്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാരണം. എപ്പോഴും ഇങ്ങനെ വെള്ളം ആണികൾ പോയി കഴിഞ്ഞാൽ റോഡ് ക്ലിയർ ആവും. അല്ലാതെ ഒരു കാര്യമില്ല. സ്വകാര്യ ബസ് സർവീസ് ഉൾപ്പെടെ സർവീസ് നടത്തുന്ന റോഡ് കൂടിയാണിത്. കൂടാതെ നിരവധി സ്കൂൾ ബസ്സുകളും മറ്റ് യാത്രക്കാരും സഞ്ചരിക്കുന്ന റോഡിനോട് പഞ്ചായത്ത് തീർത്തും അവഗണനയാണ് കാണിക്കുന്നത്. ഇതിനെതിരെ നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധത്തിലാണ്. നമ്മുടെ പായം ഗ്രാമപഞ്ചായത്തിലെ കോറമുക്ക് മുതൽ പായം കാടമുണ്ട ആറളം ഭാഗത്തേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. ഈ റോഡിൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇവിടെയുള്ള നാട്ടുകാർ നിരവധി പരാതികൾ പൊതുമരാമത്ത് വകുപ്പിനും അതുപോലെ തന്നെ പഞ്ചായത്തിനും ഒക്കെ കൊടുത്തുവെങ്കിലും ഇന്ന് വരെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്തും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. നിരവധി പരാതികൾ ഈ ഭാഗങ്ങളിലുള്ള ക്ലബ്ബുകളും അതുപോലെ തന്നെ ചാരിറ്റി സൊസൈറ്റികളും പ്രത്യേകിച്ച് ഗ്രാമിക ചാരിറ്റബിൾ സൊസൈറ്റി ഉൾപ്പെടെ ഉള്ള സംഘടനകൾ മന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തു. അതിലുപരി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൊതുജനസമ്പർക്ക പരിപാടിയിൽ ഞാൻ തന്നെ 3 പരാതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി ഇവർക്ക് കഴിഞ്ഞില്ല. പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് പ്രപ്പോസൽ വെക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ പഞ്ചായത്തിന് ഫണ്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഫണ്ട് പഞ്ചായത്തിൽ വന്നിട്ട് ഈ റോഡ് ടാർ ചെയ്യേണ്ട കാര്യം നമുക്ക് ആലോചിക്കാൻ വേണ്ടി കഴിയില്ല. ഈ റോഡിനോട് പ്രത്യേകിച്ച് വലിയ അവഗണനയാണ് ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതൊരു നാടിൻ്റെയും വികസനം എന്ന് പറയുന്നത് റോഡ് തന്നെയാണ്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നൊക്കെ പറഞ്ഞ് വെറുതെ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചാൽ പൊതുജനങ്ങൾക്ക് എന്ത് കാര്യം? 1 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച് ആർക്കും ഉപകരിക്കാതെ കിടക്കുന്ന പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ ഡിജിറ്റൽ ലൈബ്രറി കെട്ടിടവും കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച മൾട്ടിപ്ലക്സ് തിയേറ്റർ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്ന പായം പഞ്ചായത്തിന് കേവലം 4 കിലോമീറ്റർ ദൂരത്തിൽ റോഡ് പോലും ഗതാഗത യോഗ്യമാക്കാൻ സാധിക്കുന്നില്ല എന്നത് നാട്ടുകാർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണത്തണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണത്തണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മിച്ച ടോയ്ലറ്റ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനമാണ് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തത്.
നമ്മൾ പഠിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നു അല്ലേ? നമ്മൾ പഠിക്കാൻ വന്നാണ്, ക്വാളിറ്റിയുടെ വന്നാണോ വൃത്തിയാക്കാൻ വന്നാണെന്നുള്ള ഒരു ചിന്തയാണ് സംബന്ധിച്ചത്. ഈ ഒരു ചിന്തയാണ് നിങ്ങൾ ഒറ്റപ്പെടുന്നതല്ല, നമ്മളെല്ലാം കൊണ്ടുപോകാറുണ്ട്. ആ ഒരു ബോധത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പൊതുവിടങ്ങൾ മാലിന്യ കേന്ദ്രങ്ങളായി പരിശോധിക്കുന്നത്. നമ്മുടെ വീടിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ് നമ്മുടെ വീട്ടിലെ ടോയ്ലറ്റ്, ബെഡ്റൂമുകളിൽ നമുക്ക് അറ്റാച്ച് അല്ലെങ്കിൽ കിച്ചണോട് ചേർത്ത് അത് നല്ല ഏറ്റവും വില കൂടിയ ടൈലും ഗ്രാനൈറ്റും ഒക്കെ വെച്ചിട്ടാണത്, ഏറ്റവും വില കൂടിയ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളെപ്പോഴും സൂക്ഷിക്കാറ്. എന്നാൽ പൊതുസ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ അത് സ്കൂളിൽ പോയിട്ടാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും അതിൻ്റെയൊക്കെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഉദ്ഘാടന സമയത്ത് ഗംഭീരായിരിക്കും, വലിയ പൈസ മുടക്കിയിട്ടാണ് എല്ലാ മാലിന്യത്തിൻ്റെ കേന്ദ്രമായി അതിലെല്ലാം കാണുന്ന വളരെ ശ്രമിക്കും. അതുകൊണ്ട് മണത്തറ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അങ്ങനെയല്ല. ഞങ്ങൾ വീട്ടിനകത്ത് മാത്രമല്ല പൊതുസമൂഹത്തിനകത്തും വൃത്തിയും വെടിപ്പുമുള്ളവരാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാലിന്യമുക്ത നവകേരളം എന്ന വലിയൊരു ക്യാമ്പയിൻ അതിൻ്റെ 2ാം ഭാഗം. ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PR രശ്മിരാജ് പദ്ധതി വിശദീകരണം നടത്തി. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത ദിനേശൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ബേബി സോജ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി R സജീവൻ, PTA പ്രസിഡന്റ് CV അമർനാഥ്, പ്രിൻസിപ്പാൾ VP രാജലക്ഷ്മി, പ്രധാനാധ്യാപകൻ KV സജി, മദർ PTA പ്രസിഡന്റ് MS രാഗിമോൾ, KM വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ജൂനിയർ റെഡ് ക്രോസിൻ്റെ നേതൃത്വത്തിൽ സ്കാർഫിംഗ് സെറിമണിയും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ഡോക്ടർ മൻസൂർ KP ഉദ്ഘാടനം ചെയ്തു. ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ജൂനിയർ റെഡ് ക്രോസ് സ്കാർഫിംഗ് സെറിമണിയും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും ഇരിട്ടി വെൽനസ് പോളിക്ലിനിക് ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മൻസൂർ KP ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ നെഞ്ചിൽ കിടക്കുന്ന സൈൻ ഉണ്ടല്ലോ, റെഡ് സൈൻ, ക്രോസ് ആയിട്ട് ഒരു കാലത്ത് ഡോക്ടേഴ്സിന്റെ സിമ്പിളായിരുന്നു. കാറുകളിലും ഹോസ്പിറ്റലുകളിലും എല്ലാം ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ അതേ സിഗ്നൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അന്നിത് രണ്ടും വേർതിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ സേവന തൽപരരായിട്ടുള്ള 2 ഗ്രൂപ്പുകളാണെങ്കിലും ഒരുപോലെ മുന്നോട്ട് പോയിരുന്നതാണ്. പിന്നീട് ഒരു കാലത്ത് വെച്ച് രണ്ടും 2 സംഘടനയായിട്ട് തന്നെ 2 രീതിയിൽ തന്നെ വേണം എന്നുള്ളതിൽ ചില കേസുകൾ ഉണ്ടാവുകയും ആ സിമ്പൽ റെഡ് ക്രോസിന് മാത്രമായിട്ട് മാറുകയും ഡോക്ടേഴ്സിന് വേറെ സിമ്പലായിട്ട് മാറുകയും ചെയ്തു. ഞങ്ങൾക്ക് പറഞ്ഞു വരുന്നത്, സേവനം എന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് അതേപടി നമുക്ക് തിരിച്ചു കിട്ടാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ വയനാട് ബുദ്ധിമുട്ടുണ്ടായി, നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ നിങ്ങൾ സഹായിച്ചു. ആ സഹായത്തിന്റെ ഒരു തിരിച്ചുള്ളൊരു പ്രതികരണം നിങ്ങൾ ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. PTA പ്രസിഡന്റ് RK ഷൈജു അധ്യക്ഷത വഹിച്ചു. മാനേജർ KT അനൂപ് മാസ്റ്റർ സ്കാർഫ് അണിയിക്കൽ നിർവഹിച്ചു. ഹെഡ് മാസ്റ്റർ പുരുഷോത്തമൻ സ്കൂൾ ഡയറി പ്രകാശനം നിർവഹിച്ചു. സ്കൂൾ ലീഡർ അനാമിക ഡയറി ഏറ്റുവാങ്ങി. പ്രിൻസിപ്പാൾ ഇൻചാർജ് KV സുജേഷ് ബാബു, രമേശൻ മാസ്റ്റർ, PN ഷീബ, അബ്ദുൾ റഹ്മാൻ, PTA വൈസ് പ്രസിഡന്റ് KT ജാഫർ, ഷാഹിദ് PV, ഫറാസ്, നിസാർ, സരിമ, റംല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. CNC മിഷനിലൂടെ പുത്തൻ കണ്ടുപിടുത്തവുമായി 10ാം ക്ലാസ്സുകാരൻ. ലിറ്റിൽ കേഴ്സ് സംസ്ഥാന ക്യാമ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ്സുകാരൻ ബർണാഡ് ജോഷിയാണ് CNC സാങ്കേതികവിദ്യയുടെ സഹായത്തോടുകൂടി ചിത്രങ്ങൾ വരയ്ക്കുന്ന പുതിയ രീതി കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്തും വരക്കുന്ന CNC മിഷനിലൂടെ പുത്തൻ കണ്ടുപിടുത്തവുമായി 10ാം ക്ലാസ്സുകാരൻ ശ്രദ്ധേയനാവുന്നു. ലിറ്റിൽ കൈറ്റ്സ് സംസ്ഥാന ക്യാമ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ്സുകാരനും ശാന്തിഗിരി സ്വദേശിയുമായ ബർണാഡ് ജോഷിയാണ് CNC സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ചിത്രങ്ങൾ വരക്കുന്ന പുതിയ രീതി കണ്ടുപിടിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളുമായി വിവിധ ബോർഡുകൾ ബന്ധിപ്പിച്ച് ആവശ്യമായ ഏത് ചിത്രവും വ്യക്തതയോടെയും സൂക്ഷ്മമായും വരച്ചെടുക്കുന്നതിന് ഈ സാങ്കേതിക വിദ്യ സഹായകമാണ്. ഇതിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും പഠിച്ച രീതിയെക്കുറിച്ചും ബർണാഡ് തന്നെ പറയും. ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വിൻഡോസിൽ മാത്രം സപ്പോർട്ട് ആവുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഇത് നമുക്ക് ലിനക്സിലോ മാക്കിലോ ഒന്നും സപ്പോർട്ട് ആവത്തില്ല.
ഇപ്പം നമ്മൾ ഇതിന് പകരം ഇപ്പം വേറെ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ ആകുമ്പോൾ നമ്മൾ വേറെ പല സോഫ്റ്റ്വെയർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പം ഇത് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വർക്കാവുന്ന സോഫ്റ്റ്വെയറാണ്. അപ്പോൾ ഇതിൻ്റെ പേര് യൂണിവേഴ്സൽ ജി കോഡ് സെൻറ്റർ എന്നാണ്. കോമൺ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ, ഫ്രീ സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മൾ നേരത്തെ ജനറേറ്റ് ചെയ്ത് വെച്ചാൽ ഇത് നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ആക്കാം. ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലൈബ്രറി എന്ന് പറയുന്നത് GRBL ലൈബ്രറി എന്ന് പറയുന്ന ലൈബ്രറി ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇതുപോലെയാണ് സെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഫുള്ള് ന്യൂമറിക്കലായിട്ടുള്ള വാല്യൂസാണ് ഈ ആർഡിനോ ബോർഡിലേക്ക് സെൻഡ് ചെയ്യുന്നത്. കാരണം ആർഡിനോ ബോർഡ് എന്ന് പറയുന്ന ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് വളരെ പവർ കുറഞ്ഞ ഒരു മൈക്രോ കൺട്രോളറാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ പ്രോസസ്സ് ചെയ്യാനുള്ള പവറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ന്യൂമറിക്കലായിട്ടുള്ള വാല്യൂസ്. അതാകുമ്പം ഈ ആർഡിനോ ബോർഡിനെ സിമ്പിളായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ കട്ടിങ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം യൂട്യൂബിൽ ഷോർട്സ് ഒക്കെ ആയിട്ട് കാണുന്ന നേരത്ത് ഇത് ഉണ്ടാക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കി നോക്കാം. വർക്ക് ശരിയാവുമെന്നൊന്നും അറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് ഇങ്ങനത്തെ ഇതിൻ്റെ കമ്പോണൻസ് ഫുള്ള് വാങ്ങി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിന് ഇവിടെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, ഫുൾ സപ്പോർട്ട്. എന്നിട്ട് ഇതെല്ലാം ഞാൻ വാങ്ങി. ഫസ്റ്റ് ഇത് ഒരു 5-6 പ്രാവശ്യം ഇരട്ടി പോയി, പക്ഷേ ഒരു സ്ഥലത്തൊന്നും സാധനം കിട്ടിയില്ല. എന്നിട്ട് ഇത് വേറൊരു വെബ്സൈറ്റിൽ നിന്ന് മറ്റേ പഞ്ചാബിൽ നിന്ന് വരുത്തിക്കുക ചെയ്തേ ഈ കമ്പോണൻസ് ഫുള്ള്. ഇതെന്ന് വെച്ചാൽ സ്റ്റെപ്പർ മോട്ടർ. ഇതിന് 5-6 കിലോ ഹാൻഡിൽ ചെയ്യാനുള്ള ഇതുണ്ട്. അത്രയും ഇത് വെയിറ്റ് ഇതിന് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പുറത്തുനിന്ന് പഞ്ചാബ് പൂനെ ആ ഭാഗത്തുനിന്ന് വരുത്തിച്ച. പിന്നെ ഇത് എക്സ് ആക്സിസും വൈ ആക്സിസും ആണെന്ന് നമുക്ക് അത്യാവശ്യം അത് അങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ എന്നൊരു ധാരണ ഉണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ വെർഷൻസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഇതുപോലെ ഡിസൈനേ ഇതുപോലെയല്ല, ഫുള്ള് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. കാരണം ഇതൊക്കെ ഒറ്റ ബെൽറ്റ് വെച്ചിട്ട് അത് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഇത് ഫസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് എന്താ സംഭവം മനസ്സിലാവണ്ടേ. അപ്പോൾ അതിനുവേണ്ടി ഇത് ചുമ്മാ റഫായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ഈ പ്രൊജക്ട് ലിറ്റിൽ കൈറ്റ്സ് സംസ്ഥാന ക്യാമ്പിൽ അവതരിപ്പിക്കുന്നതിനു വേണ്ടി ബെർണാഡ് വ്യാഴാഴ്ച എറണാകുളത്തേക്ക് പോകാനിരിക്കെ സ്കൂളിലെ അധ്യാപകരും ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളായ വിദ്യാർത്ഥികളും ബെർണാഡിന്റെ വീട്ടിലെത്തി അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഹെഡ്മാസ്റ്റർ MV മാത്യു, PTA പ്രസിഡന്റ് MB സജീവൻ, ലിറ്റിൽ കൈറ്റ്സ് കോർഡിനേറ്റർമാരായ PV അനൂപ് കുമാർ, ദിവ്യ തോമസ് എന്നിവർ കുട്ടികളോടൊപ്പം ബെർണാഡ് ജോഷിയുടെ വീട്ടിലെത്തി. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനമാണ്. നമ്മുടെ ലിറ്റിൽ കൈറ്റ്സിലെ ഒരു കുട്ടി സ്റ്റേറ്റ് ക്യാമ്പിൽ പങ്കെടുക്കുന്നു എന്ന് മാത്രമല്ല, ആ കുട്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് അവിടെ പ്രസന്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. ശാന്തിഗിരിയിലെ വേളാശ്ശേരി ജോഷി അനു ദമ്പതികളുടെ മകനാണ് ബെർണാഡ് ജോഷി. ഹൈവിഷൻ ന്യൂസ്, കേളകം. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം 2.0 പഞ്ചായത്ത് തല ശില്പശാല ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. തില്ലങ്കേരി പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം 2.0 പഞ്ചായത്ത് തല ശില്പശാല ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അണിയേരി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KV ആശ, PK രതീഷ്, മെമ്പർമാരായ KV രാജൻ, N. മനോജ്, K. കുമാരൻ, ആനന്ദവല്ലി, C. നസീമ, VO തസ്ലീം, CDS ചെയർപേഴ്സൺ M. ഷിംല, CV രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഹരിത കേരള മിഷൻ ജില്ലാ RP ജയപ്രകാശ് പന്തക്ക, ഇരട്ടി ബ്ലോക്ക് ശുചിത്വ ചാർജ് ഓഫീസർ MR ശുഭ, VO ഡോക്ടർ K. പ്രജീഷ്, ശുചിത്വ മിഷൻ ജില്ലാ RP സജിത തുടങ്ങിയവർ സംസാരിച്ചു. ശേഖരണം 100% ശേഖരണത്തിന് ആനുപാതികമായ സംവിധാനങ്ങൾ ഒരുക്കല്, ഹരിതകർമ്മ സേനയുടെ ശാക്തീകരണം, ബിന്നുകളുടെ 100% കവറേജ്, എല്ലാ യുവജന സന്നദ്ധ സംഘടനകള്, കുട്ടികള്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികള്, കുടുംബശ്രീ അംഗങ്ങള് എന്നിവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായ ഒരു ജനകീയ ക്യാമ്പയിനാണ് ഈ പരിപാടിയിലൂടെ നടത്താൻ പോകുന്നത്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പ്രധാന അധ്യാപകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ആശാ വർക്കർമാർ, ഹരിത കർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ CDS മെമ്പർമാർ, ഓട്ടത്തൊഴിലാളി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരം മനോഹരമാക്കുന്ന പരിപാടിക്ക് തുടക്കമായി. കണിച്ചാർ കാപ്പാട് സാംസ്കാരിക വേദിയും കാപ്പാട് ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയവും ചേർന്നാണ് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരം മനോഹരമാക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരം മനോഹരമാക്കുന്ന പരിപാടിക്ക് തുടക്കമായി. കണിച്ചാർ കാപ്പാട് സാംസ്കാരിക വേദിയും കാപ്പാട് ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയവും ചേർന്നാണ് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡും പരിസരവും മനോഹരമാക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലെയും കാടുകൾ വെട്ടിത്തെളിച്ച് വിവിധതരം ഇലച്ചെടികൾ നട്ടുപിടിപ്പിച്ചു.
MV രാജീവൻ, തോമസ് കുന്നുംപുറം, MV മുരളീധരൻ, ജിൽസ് N, ഉണ്ണികൃഷ്ണൻ PN എന്നിവർ സംസാരിച്ചു. PN രതീഷ്, ഷൈജു VV, പ്രസാദ് TR, സെബാസ്റ്റ്യൻ KJ, രാജു EK, സജീവൻ MP, ശിവൻ BK, ചന്ദ്രബാബു V, MV ജോഷി തുടങ്ങിയവർ നേതൃത്വവും നൽകി. ഹൈവിഷൻ ന്യൂസ്, കേളകം. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 231, പേരാവൂർ 231, കൊട്ടിയൂർ 232. റബ്ബർ ലോട്ട് ഇരിട്ടി 210, പേരാവൂർ 221, കൊട്ടിയൂർ 222. ഒട്ടുപാൽ ഇരിട്ടി 115, പേരാവൂർ 125, കൊട്ടിയൂർ 120. കുരുമുളക് ഇരിട്ടി 610, പേരാവൂർ 610, കൊട്ടിയൂർ 600. കൊട്ടടിക്ക ഇരിട്ടി 320, പേരാവൂർ 325, കൊട്ടിയൂർ 320. നീ വന്നു അഴകേ, പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6710, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിട്ടിയിൽ വ്യാപക മോഷണം, 2 കടകളിൽ നിന്ന് പണവും മൊബൈൽ ഫോണുകളും കവർന്നു. DYFI നേതാവിന്റെ ബൈക്കും മോഷ്ടിച്ചു. കാട്ടുപന്നിക്കും കാട്ടാനക്കും പുറമെ കുരങ്ങുശല്യത്തിൽ പൊറുതുമുട്ടി മലയോര നിവാസികൾ. കണിച്ചാർ അണുങ്ങോട് മേഖലയിലാണ് കുരങ്ങുശല്യം രൂക്ഷമായിരിക്കുന്നത്. കോറമുക്കുപ്പായം കോണ്ടമ്പ്ര റോഡ് തകർന്നിട്ട് നാളുകളേറെയായി. താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും കഴിയാതെ പായം ഗ്രാമപഞ്ചായത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.